പ്ലസ് ടു റിസൾട്ട് വന്നപ്പം ചിലപ്പോൾ നമുക്ക് മാർക്ക് കുറവായിരിക്കും, ചില വിഷയങ്ങളിൽ പൊട്ടിപ്പോയി കാണും. അതിൻ്റെ അർത്ഥം നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്നാണോ? ഒരിക്കലുമല്ല. ഒരു എക്സാം കൊണ്ടൊന്നും നമുക്ക് നമ്മുടെ ജീവിതത്തെ വിലയിരുത്താൻ പറ്റില്ല മക്കളെ. പല കാരണങ്ങൾ കൊണ്ട് വൃത്തിക്ക് എഴുതാൻ പറ്റി കാണില്ല. അടുത്തൊരു എക്സാം വരുമ്പോൾ നല്ലപോലെ പഠിക്കുക, ജയിക്കുക, മുമ്പോട്ട് പോവുക. അതല്ലേ മക്കളെ ജീവിതം എന്ന് പറഞ്ഞാൽ. പഠിക്കുന്ന സമയത്ത് ഓരോ കൊല്ലവും സപ്ലി വന്നിട്ടും തോറ്റുപോയിട്ടും ദിവസം 150 പേഷ്യൻസ് ഉള്ള ഒരു ഡോക്ടറിനെ എനിക്ക് പേഴ്സണലി അറിയാം. 60% പ്ലസ് ടുവിൽ ഉണ്ടായിട്ടും MBBS ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് മക്കളെ എനിക്ക്. ഇതേപോലെ പരാജയപ്പെട്ടിട്ടും മുന്നോട്ട് വന്ന ജയിച്ചു കാണിച്ച ഒരുപാട് പേരുണ്ട് മക്കളെ. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്റെ പഞ്ചാര മുഞ്ചാരകളെ, എന്റെ മൊഞ്ചന്മാരെ മൊഞ്ചത്തുകളെ, എന്റെ തക്കുടുകളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ അഖിൽ സാർ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്ലസ് ടു ബയോളജിന്റെ സേ എക്സാമിനെ കുറിച്ചാണ്. നമുക്ക് ടോട്ടൽ 14 ചാപ്റ്റേഴ്സ് ഉണ്ട് പഠിക്കാൻ. ബോട്ടണി 5, സുവോളജി 9. ഈ 14 ചാപ്റ്റർ എങ്ങനെയൊക്കെ സ്മാർട്ടായിട്ട് പഠിച്ചാൽ പ്ലസ് ടു സേ എക്സാമിൽ നല്ല മാർക്ക് വാങ്ങിക്കാം. ശ്രദ്ധിച്ചിരിക്കുക. ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം പോരാ, കേട്ടിട്ട് ഈ ചെവി കൂടെ കളയല്ല വേണ്ടത്. ഈ ചെവി കൂടെ കേട്ടി തലയിൽ പ്രോസസ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്യാനും പഠിക്കണം മക്കളെ. ഒരു 5 ടിപ്പാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വൃത്തിക്ക് കേൾക്കുക, മനസ്സിലാക്കുക, ഫോളോ ചെയ്യുക. ആദ്യത്തെ ടിപ്പ്, കുട്ടികളെ പറയും സാർ മാർക്ക് വാങ്ങിക്കാൻ സിമ്പിൾ ചാപ്റ്റേഴ്സ് ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കും. ഞാൻ പറയുന്നത് ആ കുട്ടികളുടെ അടുത്ത്, എടാ 30 മാർക്ക് കിട്ടും ബയോളജിയിൽ 5 ചാപ്റ്റർ പഠിച്ചാൽ. ബയോളജിയിലല്ല, ബോട്ടണിയിൽ 5 ചാപ്റ്റർ ഉള്ള 5 ചാപ്റ്റർ എന്തായാലും പഠിക്കണം. ആ 5 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ എത്ര മാർക്ക് കിട്ടും? 30 മാർക്ക് കിട്ടും. ആ ഓരോ ചാപ്റ്ററിനും 6 മാർക്കാണ് വെയിറ്റേജ്. സുവോളജിയിൽ 9 ചാപ്റ്റർ ഉണ്ട്. അതിൽ ഓരോ ചാപ്റ്ററിനും 3 തൊട്ട് 4 വരെ വെയിറ്റേജ് ഉള്ളൂ. 3, 4 വെയിറ്റേജ് ഉള്ളൂ. അപ്പം അത് സുവോളജിയിലെ ഫുൾ ചാപ്റ്റർ പഠിക്കുന്നേക്കാൾ ഏറ്റവും നല്ലത് ബോട്ടണിയിലെ 5 ചാപ്റ്ററും പെർഫെക്റ്റ് ആക്കുക, 30 മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക. അപ്പൊ തന്നെ പാസ്സായല്ലോ. സുവോളജിയിലെ നിങ്ങൾക്ക് പറ്റുന്ന സിമ്പിൾ ചാപ്റ്റേഴ്സ് പഠിക്കാൻ നോക്കുക. എല്ലാം പഠിക്കുന്നത് നല്ലതാണ്, അത് തന്നെ ഞാൻ പ്രോത്സാഹിപ്പിക്കുക. പക്ഷേ സമയമില്ലാത്തവർക്ക്, ടെൻഷൻ ഉള്ളവർക്ക്, വേഗം നല്ല മാർക്ക് വാങ്ങിക്കണമെന്ന് തോന്നുന്നവര് ബോട്ടണിയിലെ എല്ലാ ചാപ്റ്ററും പഠിക്കുക. സുവോളജിയിൽ നിങ്ങൾക്ക് പറ്റുന്ന ചാപ്റ്റേഴ്സും പഠിച്ചു വെക്കുക. രണ്ടാമത്തെ ടിപ്പ് എന്താ? ഒരു ചാപ്റ്റർ, ഇപ്പം 14 ചാപ്റ്റർ ഉണ്ടെങ്കിൽ 14 ചാപ്റ്ററും വൃത്തിക്ക് അറിയില്ലായിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ മക്കളെ? നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്ററാണോ നിങ്ങൾക്ക് പഠിക്കേണ്ടത്, ബോട്ടണിയിലെ 5 ചാപ്റ്റർ, സുവോളജിയിലെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ 1 ഷോട്ട് കാണുക. എത്ര? 2 അവറിന്റെ. 5ഉം 10ഉം 6ഉം 7ഉം മണിക്കൂറിന്റെ ഒന്നും ഒരു ചാപ്റ്ററിന്റെ വീഡിയോ കാണാൻ ഇനി നിൽക്കണ്ട. 2 മണിക്കൂർ അല്ലെ 2.5 മണിക്കൂറിന്റെ ഒക്കെ 1 ഷോട്ട് വീഡിയോസ് ഉണ്ട്. ആ 1 ഷോട്ട് വീഡിയോസ് കാണുക. എങ്ങനെ? മനസ്സിരുത്തി കാണാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ സമയം ലാഭിക്കാൻ 1.5x ഇട്ട് വേണമെങ്കിൽ സ്പീഡിൽ കണ്ടു തീർക്കാം. ഓക്കെ, അപ്പം അറിയാത്ത ചാപ്റ്ററിന്റെ 1 ഷോട്ട് കാണുക. 2 മണിക്കൂർ 2.5 മണിക്കൂർ ഉണ്ട്. വേഗം സ്പീഡ് പഠിക്കാൻ നോക്കുക. ഇതാണ് ടിപ്പ് 2. മൂന്നാമത്തെ എന്താ? ഈ വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായ കൈപ്പടയിൽ നോട്ട് ഉണ്ടാക്കാം. അല്ലെങ്കിൽ സൈറ്റിലൊക്കെ ഒരുപാട് നോട്ട് അവൈലബിൾ ആണ്. ആ നോട്ട് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. അപ്പൊ നോട്ട് എന്തായാലും ഉണ്ടാക്കണം. ബോട്ടണി ആയിക്കോട്ടെ, സുവോളജി ആയിക്കോട്ടെ, നോട്ട് എന്തായാലും വേണം. അത് ഡൗൺലോഡ് ചെയ്ത നോട്ടായാലും കുഴപ്പമില്ല, നിങ്ങൾ എഴുതിയ നോട്ടായാലും കുഴപ്പമില്ല. സമയമുണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? എഴുതാം. വീഡിയോ എങ്ങനെ കാണണ്ടേ? കൺസെപ്റ്റോടെ മനസ്സിരുത്തി കാണണം. മുമ്പ് പഠിച്ച് സമയം കളഞ്ഞു, കഴിഞ്ഞ കൊല്ലം ചുമ്മാതെ എന്തൊക്കെയോ പഠിച്ചു സമയം കളഞ്ഞു, അത് കാരണം മാർക്ക് കിട്ടിയില്ല. അപ്പൊ ഇനി നമ്മൾ തിരുത്തണം. നല്ല വൃത്തിക്ക് മനസ്സിലാക്കി പഠിക്കാം, മനസ്സിരുത്തി പഠിക്കാം, കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം പഠിക്കാൻ. നോട്ട് ഉണ്ടാക്കുക. ആ നോട്ടിൽ ഡയഗ്രാംസ് വേണം. ആ നോട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ ഡയഗ്രാംസും കോളംസ് ഒക്കെ NCERT നോക്കുക. സുവോളജിയിലെ അല്ലെ ബോട്ടണിയിലെ ചില ചാപ്റ്റർ നിങ്ങൾ സ്കിപ്പ് ചെയ്യും. ചില ചാപ്റ്റർ നിങ്ങൾ പഠിക്കാതെ വിടുമല്ലോ, കുഴപ്പമില്ല. ചാപ്റ്റർ പഠിക്കാതെ വിട്ടാലും അതിൽ എന്ത് നോക്കി വെക്കണം? ഡയഗ്രാംസും കോളവും നോക്കി വെക്കണം. ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു, ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കില്ല, എന്നാലും പഠിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാലും അതിലെ ഡയഗ്രാംസും കോളംസും എന്തായാലും നോക്കി വെക്കണം. ഓക്കെ, നോട്ട് വേണം. 4മത്തെ എന്താ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്താലേ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഭാഗം, ഓരോ ക്വസ്റ്റ്യനും എങ്ങനെ വരും എന്ന് മനസ്സിലാകുള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യണം മക്കളെ. വീഡിയോ കാണുന്നു, നോട്ട് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ എഴുതാം. ഡയഗ്രാംസും കോളംസും ഒക്കെ നോക്കി വെക്കുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യണം മക്കളെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പക്ക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നല്ല മാർക്ക് ഉണ്ടാക്കുക. ഇമ്പോർട്ടന്റ് ഭാഗം അറിയാൻ, നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ, ക്വസ്റ്റ്യൻ എങ്ങനെ വരും എന്നൊക്കെ അറിയണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യണം. 5മത്തെ ടിപ്പാണ് മക്കളെ, റിവിഷൻ ചെയ്യണം. ഒരു വീഡിയോ കണ്ടു, നോട്ട് ഉണ്ടാക്കി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തു, എന്നിട്ട് മടക്കി വെക്കുകയല്ല വേണ്ടത്. പരീക്ഷയ്ക്ക് മുമ്പ് ജൂൺ അവസാനമുള്ള പരീക്ഷ, അതിനു മുമ്പ് ഒരു വട്ടമെങ്കിലും ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ പറ്റണം. സെക്ച്വൽ റിപ്രഷൻ പഠിച്ചു, അത് മടക്കി വെച്ച് പരീക്ഷന്റെ തലേന്ന് എടുത്ത് നോക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. പരീക്ഷന്റെ
മുമ്പ് തന്നെ അത് റിവൈസ് ചെയ്യാൻ പറ്റണം. പരീക്ഷയുടെ മുമ്പ് പഠിക്കണം എന്നല്ല, റിവൈസ് ചെയ്യാൻ പറ്റണം. എല്ലാ ചാപ്റ്ററുകളും 14 ചാപ്റ്ററും പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് റിവൈസ് ചെയ്യാൻ പറ്റണം. എന്നിട്ട് പരീക്ഷ തലേന്ന് പഠിക്കാൻ പോവുക. ഓക്കെ, ആദ്യം ഒരു വട്ടം പഠിക്കുന്നു, പിന്നെ അത് റിവൈസ് ചെയ്യുന്നു, പിന്നെ പരീക്ഷയുടെ തലേന്നും കൂടെ ഒന്ന് പഠിക്കുന്നു. 3 വട്ടമായി. ആദ്യം ഒരു വട്ടം പഠിച്ചു, പിന്നെ റിവൈസ് ചെയ്തു, പിന്നെ പരീക്ഷയുടെ അടുത്തൊന്ന് നോക്കി, തലേന്ന് നോക്കി. മതി മതി, അപ്പോഴത്തേന് പെർഫെക്റ്റ് ആവും. ഇതൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ നല്ല മാർക്ക് എക്സാമിന് കിട്ടും. റിസ്ക് എടുക്കണ്ടാടാ. ഈ വട്ടത്തിൽ ഈ എക്സാം കൂടെ പരാജയപ്പെട്ടാൽ ഇനി അടുത്ത കൊല്ലം വേസ്റ്റ് ചെയ്യേണ്ടി വരും. അടുത്ത കൊല്ലത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. ഒരു കൊല്ലം നിങ്ങളുടെ ലൈഫിലേക്ക് പോവുക. ഈ ഒരു കൊല്ലം നിങ്ങൾ വീട്ടിൽ ചുമ്മാ കുത്തിയിരിക്കേണ്ടി വരും. ഇപ്പം പലരും പരിഹസിക്കും മക്കളെ. അതൊന്നും വേണ്ടടാ, പഠിച്ചേര്. എന്നോട് പലരും ചോദിച്ചാണ്, സാർ എനിക്ക് 4 സബ്ജക്റ്റ് പോയിട്ടുണ്ട്, 2 സബ്ജക്റ്റ് ഞാൻ ഈ കൊല്ലം എഴുതിയെടുക്കാം, 2 സബ്ജക്റ്റ് അടുത്ത കൊല്ലം എഴുതിയെടുത്താൽ മതിയോ? ഞാനത് പ്രോത്സാഹിപ്പിക്കുകയില്ല. നിങ്ങളുടെ ഒരു കൊല്ലമാണ് പോണത്. പറ്റുമെങ്കിൽ കഷ്ടപ്പെട്ട് പഠിച്ച് 4 സബ്ജക്റ്റ് ഇപ്പം തന്നെ എഴുതിയെടുക്കുക. ഓക്കെ, എടാ സത്യം പറഞ്ഞാൽ ഒന്ന് പഠിച്ചാൽ തന്നെ പാസ്സാകാൻ എളുപ്പമാണ്. ഫുൾ മാർക്കും A+ ഒന്നും വാങ്ങിക്കാൻ ആരും പറയുന്നില്ലല്ലോ. പാസ്സാകാൻ എളുപ്പം മക്കളെ, ഒന്ന് മെനക്കെട്ടാൽ തന്നെ. ഓക്കെ, ഉള്ള സമയം കളയാതിരുന്ന് പഠിക്കുക. ഒരു കൊല്ലം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ കോളേജ് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവർക്കൊപ്പം ജോയിൻ ചെയ്യാം. ഇതുവരെ പരാജയപ്പെട്ടതൊക്കെ പോട്ടെ, എന്ത് സംഭവിച്ചോട്ടെ, ലൈഫിൽ പല പ്രശ്നങ്ങൾ വന്നു കാണും. അത് ആലോചിച്ച് നിങ്ങളിരുന്ന് സമയം കളയല്ലേ. ലൈഫ് മുമ്പോട്ട് പോകണം. പഠിക്കുക. പല കാരണങ്ങൾ കൊണ്ടും പറ്റി എക്സാം നല്ലപോലെ പഠിക്കുക, ജയിക്കുക, മുമ്പോട്ട് പോവുക. ഇനി മാർക്ക് കുറഞ്ഞ ആലോചിച്ച് വീണ്ടും വിഷമിച്ചിരുന്നാൽ വീണ്ടും നിങ്ങളുടെ ഒരു കൊല്ലമാ പോകുന്നത്. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഗൈസ്, എങ്ങനെയുണ്ട് പ്രിപ്പറേഷൻ ഒന്ന് കമന്റ് ചെയ്യണം. ഈ വീഡിയോ ഉപകാരപ്രദമായെന്നും കൂടെ എൻ്റെ മക്കളൊന്ന് കമന്റ് ചെയ്യണേ.